الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ. സുക്കൂൻ നൽകപ്പെട്ട നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ. ഇതിൽ ഇൽഹാർ, ഇദ്ഗാം, ഖൽബ് അല്ലെങ്കിൽ ഇഖ്ലാബ് എന്നീ നിയമങ്ങൾ വിശദമായി തന്നെ ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി അവശേഷിക്കുന്നതാണ് അൽ ഇഖ്ഫാ. ഇഖ്ഫാ എന്ന് വെച്ചാൽ ഇൽഹാർ എന്നതിൻ്റെ വിപരീതമായ പദമാണ് ഭാഷയിൽ. അൽഹറ യുൽഹിറു ഇൽഹാറൻ എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിച്ചു, വെളിവാക്കി, വ്യക്തമാക്കി എന്നൊക്കെയാണ്. അതിൻ്റെ നേർ വിപരീതമാണ് ഇഖ്ഫാ, ഒളിപ്പിച്ചു വെച്ചു, മറച്ചു വെച്ചു, അസ്സത്ർ. ഇവിടെ ഇഖ്ഫാ അൽ മീം സാക്കിന അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നു വിശദമായിട്ട്. ചെറിയ ഒരു സൂചന ഇഖ്ലാബിൻ്റെ അല്ലെങ്കിൽ ഖൽബിൻ്റെ സമയത്ത് നാം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇഖ്ഫാ ഉന്നൂനി സാക്കിന വ തൻവീൻ, സുക്കൂൻ നൽകപ്പെട്ട നൂനിനെയും തൻവീനിനെയും മറച്ചു വെക്കുക, ഇഖ്ഫാ ചെയ്യുക, അവ്യക്തമാക്കുക എന്നതാണ്. ഇത് ഇതുവരെ നാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഹിജായിയായ അക്ഷരങ്ങളിൽ ശേഷിക്കുന്ന 15 ഹർഫുകൾക്കടുത്താണ്, 15 ഹർഫുകൾക്ക് അടുത്താണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രയോഗം തുഖ്ഫ നൂനു സാകിനതു വത്തൻവീനു ബിഗുന്നതിൻ ഇൻദ 15 ഹർഫ. ഇൻദ എന്ന പ്രയോഗം. മറ്റേതാണെങ്കിലോ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കലാണ്. ഇഖ്ഫാ അക്ഷരത്തിൻ്റെ അടുത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻദ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അക്ഷരത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ സാക്കിന നൂനിനെയും തൻവീനിനെയും മറച്ചു വെക്കണം. ഇദ്ഗാമാകുമ്പോൾ ആ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കലാണ്. അതൊന്നുകിൽ ഭാഗികമായ ലയിപ്പിക്കലുണ്ടാകും, അല്ലെങ്കിൽ പൂർണ്ണമായ ലയിപ്പിക്കലുമാകാം. എന്നാൽ ഇവിടെ അതല്ല. ഇവിടെ അക്ഷരത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് സാക്കിന നൂനിനെയും തൻവീനിനെയും മറച്ച് വെക്കണം. ഈ അക്ഷരങ്ങൾ നിർബന്ധമായും നമുക്ക് ഈ 15 എണ്ണവും ഓർമ്മ വേണം. 13 അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എല്ലാ 3 അഹ്കാമുകൾക്കുമായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ശേഷിക്കുന്ന ഇഖ്ഫാ എന്ന ഒരേ ഹുക്മിന് വേണ്ടി മാത്രം 15 അക്ഷരങ്ങൾ ഉണ്ട്. 15 അക്ഷരങ്ങൾ. ഈ 15 അക്ഷരങ്ങൾ ക്രമപ്രകാരം പറഞ്ഞാൽ ത, സ, ജീം, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ദ്വാദ്, ത, വ, ഫ, ഖാഫ്, കാഫ്. ഇത്രയുമാണ്. എന്നാൽ ആ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുമോ? വളരെ നല്ലതാണ്, ഓർത്തു വെക്കേണ്ടതാണ്. അത് ഓർക്കാൻ എളുപ്പത്തിൽ നമുക്ക് സാധ്യമാകുന്ന ഒരു പദ്യശകലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സുലൈമാനുൽ ജംസൂരി, തുഹ്ഫത്തുൽ അത്ഫാലിൻ്റെ കർത്താവായ സുലൈമാനുൽ ജംസൂരി, അദ്ദേഹം ഹിജ്റ 1198 അടുത്ത കാലത്തായി ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പദ്യം. ഈ പദ്യം നമുക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഈ പദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ പദത്തിൻ്റെയും തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ, ഈ പദ്യത്തിലെ ഓരോ കലിമത്തിൻ്റെയും ആദ്യാക്ഷരമാണ്
ഇഖ്ഫാഇൻ്റെ 15 അക്ഷരങ്ങൾ. പദ്യം ഇങ്ങനെയാണ്: സിഫ് ദാ സനാ കം ജാദ ശഖ്സുൻ ഖദ് സമ ദും ത്വയ്യിബൻ സിദ് ഫീ തുഖാ ളഅ ളാലിമ. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. സിഫ് ദാ സനാ കം ജാദ ശഖ്സുൻ ഖദ് സമ ദും ത്വയ്യിബൻ സിദ് ഫീ തുഖാ ളഅ ളാലിമ. ഈ പദ്യം ഓർത്തു വെച്ചാൽ ഈ പദ്യത്തിൽ വന്നിട്ടുള്ള കലിമത്തുകളിലെ ആദ്യാക്ഷരം സിഫ് എന്നതിലെ സ്വാദ്, ദ പറയുമ്പോൾ ദാല്, സന സ, കം കാഫ്, ജാദയിലെ ജീമ്, ഷഖ്സുൻ ഷീൻ, ഖദ് ഖാഫ്, സമ സീൻ, ദും ദാൽ, ത്വയ്യിബൻ ത്വാ, സിദ് സായ്, ഫീ ഫ, തുഖാ ത, ضع ضاد ظالم ضاء. ഈ 15 അക്ഷരങ്ങളാണ്. ഇവ കാണാതെ പഠിച്ച് ഈ പദ്യം തന്നെ കാണാണ്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമാണ് ഈ 15 അക്ഷരങ്ങളും ഓർക്കാൻ. ഇനി അതല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രമമനുസരിച്ച് 15 ഹർഫുകളും നിങ്ങൾക്ക് ഓർക്കാവുന്നതുമാണ്. ഈ 15 ഹർഫുകളുടെ അടുത്തായിട്ട്, തൊട്ട് മുമ്പായിട്ട് സാക്കിനത്തായ നൂനോ തൻവീനോ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ പരിശീലനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ആദ്യം പറയാം, എന്നിട്ട് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതാണ് നല്ലത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇൽഹാറിൽ നമ്മൾ മനസ്സിലാക്കി അൽ ജുസ് ഉൽ ലിസാനി, അൽ ജുസ് ഉൽ ഖൈഷൂമി, അൽ ഗുന്ന. ഇൽഹാർ ചെയ്യുമ്പോൾ ഫമൻ അദ്ലമു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നൂന് പൂർണ്ണമായും അതിൻ്റെ മഖ്റജിൽ തട്ടിച്ചുകൊണ്ട് ഫമൻ എന്ന ആ ജുസ് ഉൽ ലിസാനി, നാവിൻ്റെ ഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായും അവിടെ പൂർത്തീകരിച്ചുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഇൽഹാർ ചെയ്യുന്നത്. അതേപോലെ ഫമൻ എന്ന് പറയുമ്പോൾ ഖൈഷൂമിൽ നിന്നുമുള്ള ആ ഉന്നത്തിൻ്റെ ശകലം അതും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നൂനും മീമും അനുനാസിക അക്ഷരങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നൂനായിരുന്നാലും മീമായിരുന്നാലും 2 അക്ഷരങ്ങളും അനുനാസികമായ അക്ഷരങ്ങളാണ്. നാസവുമായി ബന്ധപ്പെട്ട, മൂക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നൂനിന് 2 ജുസ് ഉണ്ട്. ഒന്ന് ജുസ് ലിസാനി, നാവിൻ്റെ തലപ്പ് അതിൻ്റെ മഖ്റജിൽ മോണയിൽ തട്ടുമ്പോഴുള്ള നാവിൻ്റെ ഭാഗം, മറ്റേത് ഖൈഷൂമിൻ്റെ ഭാഗം. അപ്പോൾ ഈ 2 ഭാഗവും പൂർണ്ണമായും നിലനിൽക്കുന്നു എപ്പോൾ? ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ. എന്നാൽ ഇഖ്ഫായിൻ്റെ സന്ദർഭത്തിൽ ജുസ് ഉൽ ലിസാനി ഇല്ലാതെയായി പോകുന്നു. അതാണ് നമ്മളിപ്പോൾ ഉദാഹരണങ്ങളിലൂടെ പരിശീലിക്കാൻ പോകുന്നത്. അതേപോലെ ജുസ് ഖൈഷൂമി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇദ്ഗാമിൻ്റെ സന്ദർഭത്തിൽ ഭാഗികമായ ഇദ്ഗാമിലാകുമ്പോൾ ചെറിയ തോതിൽ, രണ്ടായിരുന്നാലും ലിസാനിയായ ആ അവസ്ഥ പൂർണ്ണമായും ഇല്ലാതെയായി പോകുന്നു. ഖൈഷൂമിയാകുമ്പോൾ ഭാഗികമായ ഇദ്ഗാമിൽ ഖൈഷൂം ചേരുകയും പൂർണ്ണമായ ഇദ്ഗാമിൽ ഇല്ലാതെയാകുകയും ചെയ്യുന്നു. അത് ജസ്റ്റ് ഇവിടെ നിന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കൂടാതെ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇങ്ങനെ വായയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ്. അക്ഷരങ്ങൾക്ക് മുമ്പിലാണ് സാക്കിനായ നൂനും തൻവീനും. ചിലതിന് തഫ്ഖീം കൊടുക്കേണ്ട അക്ഷരങ്ങളുണ്ട്, മറ്റു ചിലത് തർഖീഖ് കൊടുക്കേണ്ടതൊക്കെയുണ്ട്. അവിടെയൊക്കെയും എന്താണ്, അക്ഷരത്തിലേക്ക് തഹീഅത്തുൽ ഫം, വായയെ സജ്ജീകരിക്കുക, അതിനെ റെഡിയാക്കുക, അതിനെ തയ്യാറാക്കി കൊണ്ടുവരിക. ആ കാര്യത്തോടൊപ്പം എന്തുണ്ടാവണം? ഒന്നാമതായി വായ അതിന് തയ്യാറാക്കി അക്ഷരത്തിലേക്ക് കൊണ്ടുവരുന്നു. രണ്ടാമതായി പൂർണ്ണമായും ഖൈഷൂമിൽ നിന്നുമുള്ള ഒരു ഗുന്നത്ത് ആ ശബ്ദത്തിലേക്ക് കലരുന്നു, പൂർണ്ണമായും ചേർന്ന് വരുന്നു. മൂന്നാമതായി
നൂനിൻ്റെ ആ മഖ്റജ് അവിടെ ഇൻഖിലാഖ് അവിടെ അടയുകയാണ് എന്ന കാരണത്താൽ ജുസ്ഉൽ ലിസാനി അത് പൂർണ്ണമായും അടഞ്ഞു പോകുന്ന കാരണത്താൽ ഇല്ലാതെയാകുന്ന കാരണത്താൽ ഒരു ശബ്ദം, പ്രത്യേകമായ ശബ്ദമാണ് വായിൽ നിന്നും പുറത്തു വരുന്നത്. ഇല്ലാ ഫിൽ ഖാഫി വൽ കാഫി ലികമാലിൽ ഇൻഖിലാഖ് ഇൻദഹുമാ. ഖാഫിലും കാഫിലും ആകുമ്പോൾ അവിടെ പൂർണ്ണമായും നാവ് ടച്ച് ചെയ്ത് അടച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു എന്ന കാരണത്താൽ. അത് അതിൻ്റെ കൈഫിയത്താണ്, കൈഫിയത്തുൽ ഇഖ്ഫ ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഏതായാലും നമുക്ക് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം. ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സിഫ് ദാ സനാ കം ജാദ ശഖ്സുൻ ഖദ് സമ ദും ത്വയ്യിബൻ സിദ് ഫീ തുഖാദ ളാലിമ. ഈ ക്രമം അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായി സ്വാദ്, സിഫ് ദാ സനാ കം എന്നല്ലേ പറഞ്ഞത്. ആ ക്രമം അനുസരിച്ചുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോൾ സ്വാദിൻ്റെ ഉദാഹരണം മൻസൂറ. എല്ലാവരും പറഞ്ഞു നോക്കുക സ്വയം. മൻ എന്ന് വ്യക്തമാക്കരുത്, മൻ എന്ന് തർക്കീഖ് ചെയ്യരുത്, മറിച്ച് മൻസൂറ മൻസൂറ ബിരീഹിൻ സർസർ. ദാലാണെങ്കിൽ തുൻദിർഹും തുൻദിർഹും അസീസുൻ ദുൻതിഖാം. രണ്ട് രൂപത്തിൽ, ഒന്നാമത്തേൽ നൂനും രണ്ടാമത്തെ തൻവീൻ്റെയും ഉദാഹരണമാണ്. നൂന് തന്നെ രണ്ട് രൂപത്തിലും വരും, രണ്ട് കലിമത്തിലായിട്ടും ഒറ്റ കലിമത്തിലായിട്ടും. ഇവിടെ ഒരു കലിമത്തിൽ വന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. വൽ ഉൻസ, ശ്രദ്ധിക്കണം ഉച്ചാരണം. ഉൻസ എന്ന് പറയുന്ന തെറ്റായ രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി ഇപ്പോൾ ഇവരിങ്ങനെ പല സ്ഥലത്തും അടക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഉസ്താദുമാർ ഇവിടെ നിന്നുള്ള നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള, കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള മുഹഫ്ഫളീങ്ങളാണ് പല ഹലക്കയുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തഹ്ഫീദിൻ്റെ സ്ഥാപനങ്ങളിലും ഉസ്താദുമാരായിട്ടുള്ളത്. പലരുടെ ഒത്ത് ഞാൻ കേട്ടത് അവർ ഒരു വ്യക്തമാക്കിക്കൊണ്ട് ഉച്ചരിക്കും. എങ്ങനെ? തുൻദിർഹും എന്ന് പറയും. ഉൻസ എന്ന് നൂനിനെ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ തട്ടിച്ചുകൊണ്ട്, നാവിനെ തട്ടിച്ചുകൊണ്ട് പറയും. അങ്ങനെ പലരും തെറ്റായി ഉച്ചരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ നന്നായി ഓതുന്നവരുമുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ അത് കേട്ടവർക്കൊക്കെ തിരുത്തി അപ്പോൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ശരിയല്ല അത്. കുട്ടികൾ ആ നിലക്കാണ് പഠിച്ചു വരുന്നതും. അത് ഗുരുതരമായൊരു തെറ്റാണ്, തിരുത്തി കൊടുക്കേണ്ടതാണ് അറിവുള്ളവർ. അപ്പോൾ സ വൽ ഉൻസ തൻവീൻ മാഅൻ സജ്ജാജ കഫ് മിൻകും. മിൻകും എന്ന് വ്യക്തമാക്കരുത്, മിൻകും. കാഫിൻ്റെ സ്ഥാനത്തേക്ക് പോവുകയാണ്. കാഫിലാകുമ്പോൾ എന്താണ്? അവിടെ നാവ് പൂർണ്ണമായും കാഫിൻ്റെ മഖ്റജിൽ ടച്ച് ചെയ്യുന്നു എന്ന് സൂചിപ്പിച്ചുവല്ലോ. കിറാമൻ കാതിബീൻ. ജീം അൻ ജാഅ ഐനുൻ ജാരിയ ഷീൻ മിൻ ഷൈഇൻ ഷഹീദ് ഖാഫ് മിൻ ഖബൽ ഷൈഇൻ ഖദീർ. ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്, തഫ്ഖീം വരുന്നു എന്നതാണ്. തടിപ്പിച്ച് നൂനിനെ ഉച്ചരിക്കണം. ഗുന്ന മുഫഖമ. അൽ ഇൻസാൻ ഖംസതുൻ സാദിസുഹും. ദാൽ മിൻ ദൂനി. മിൻ എന്ന് വ്യക്തമാക്കരുത്.
وكأسا دهاقا طاء عن طبق كشجرة طيبة زي المنزلون نفسا زكية فأنفسكم تبعا فهل تاء من تفاوت حلية تلبسونها ضد منضود قسمة ضيزى ظ انظر قرى ظاهرة. ഇത്രയുമാണ് ഉദാഹരണങ്ങൾ. തായിൻ്റെ ഇഖ്ഫായിൻ്റെ ഹർഫുകൾ സാക്കിനത നൂനിനും തൻവീനിനും ശേഷം വന്നതിനുള്ള ഉദാഹരണങ്ങൾ. ഇതിൽ രണ്ട് പദങ്ങളിൽ സാക്കിന നൂനും ശേഷം ഹർഫും വരുന്നത് ഇവിടെ പരാമർശിച്ചിട്ടുള്ള അത് നിങ്ങൾക്ക് പാരായണത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറകല്ലാഹു ഫീക്കും.